ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഇപ്പോൾ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്, സ്വയം പൊങ്ങച്ചം പറയാൻ. അങ്ങനെ ആദിലയാണ് വന്നിരിക്കുന്നത് പൊങ്ങച്ചം പറയാൻ. ആദില പറയുന്നത്, ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ വരാൻ വേണ്ടി ജോലി രാജിവെച്ച് 5 വർഷം ജോലി രാജിവെച്ച് ഈ ബിഗ് ബോസിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടാണ് വന്നത്. ഞാനായിരിക്കും ഇതിലെ വിജയി. അത് അനീഷിനെ ആക്കി പറയുകയാണ് സ്വന്തമായിട്ട് പൊങ്ങച്ചം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൗസിൽ വേറൊരാളും കൂടെ ഉണ്ട്, എന്നെപ്പോലെ തന്നെ അനീഷേട്ടൻ. പുള്ളിയും ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ പുള്ളിയുടെ സ്വഭാവവും ഗ്ലാമറും കണ്ടിട്ട് ഈ വീട്ടിലെ പെണ്ണുങ്ങൾ പുള്ളിയെ വളയ്ക്കാൻ നോക്കിയിട്ട് പുള്ളി വീണിട്ടില്ല. പക്ഷേ ഞാൻ പുള്ളിയെ വളച്ചെടുത്ത്, ഞാനൊരു രംഭയാണ്, എന്നിൽ പുള്ളി തോറ്റുപോയി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് ചിരിക്കാതിരിക്കുകയാണ്. അവസാനം ചെന്നിട്ട് സാരിത്തുമ്പ് കൊണ്ട് എൻ്റെ ചേട്ടൻ്റെ മുഖമൊക്കെ വിയർത്തെന്നും പറഞ്ഞ് തുടച്ചു കൊടുക്കുന്നു. അപ്പോൾ അനീഷ് പൊട്ടിച്ചിരിച്ച്, എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. അതിൽ നല്ല രീതിയിലാണ് പൊങ്ങച്ചം പറഞ്ഞത്. പിന്നെ അക്ബറിനെ സ്വയം ആക്കി പറഞ്ഞു. കാരണം ഞാനെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഏത് ഇമോഷനിലാണ് ഇരിക്കുന്നതെന്ന് നോക്കത്തില്ല, ശരിക്കും അവരെ പുറകിൽ നിന്ന് തന്നെ കുത്തി നോവിക്കും. ആ ഒരു സ്വഭാവമാണ് എനിക്ക്. പിന്നെ അനിമോളയും എടുത്തിട്ട് അലക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ വീട്ടിൽ കളിക്കാൻ വന്നതല്ല, ബിഗ് ബോസിന് കണ്ടൻറ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വന്നതാണ്. എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, അത് തലകറങ്ങി വീണാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ അനിമോളെ കുത്തിയാണ് ആദില പറഞ്ഞത്. അങ്ങനെ ആ ടാസ്ക് പൊങ്ങച്ച അടിച്ച് ആദില ആ ടാസ്ക് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.